ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 10,000 കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ സന്തോഷത്തിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ്. ഈ കേക്ക് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഈ കേക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ചെസ് ബോർഡ് കേക്കാണ്. 2 കളറിലായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേ നമുക്ക് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. നടുവിൽ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ കുറേ മടക്കുകളാക്കി ഇതിൻ്റെ നടുവിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ താഴെ ഞാൻ ബട്ടർ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ട്രേ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ബദാം പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബദാം ഞാൻ വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ സ്കിന്നൊന്നും റിമൂവ് ചെയ്യാതെ തന്നെ പൊടിച്ചെടുത്ത ബദാമാണിത്. ഈ മാവിൽ ഇതുപോലെ ബദാമിൻ്റെ കട്ട അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് ഈ മിക്സ് റെഡിയാക്കാൻ. കൈവച്ച് ബദാമിൻ്റെ എല്ലാ കട്ടയും ഇതുപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിലാണ് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. കൺവെക്ഷൻ മോഡിലാണ് വെച്ചിട്ടുള്ളത്. പലരും എൻ്റെ അടുത്ത് എങ്ങനെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ കൺവെക്ഷൻ മോഡിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്യാം. ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ഓവൻ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, എങ്കിലും ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ 55 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1/4 കപ്പ് ബട്ടർ ഉണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റാക്കി എടുക്കുക ബീറ്റർ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി നന്നായി ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. പഞ്ചസാരയും ഓയിലും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. അത് 3 ഒരുമിച്ച് ചേർക്കണ്ട, ഓരോന്നോരോന്നായിട്ട് വേണം ചേർക്കാൻ. ഞാൻ ആദ്യം ഒരെണ്ണം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടുത്തത് ചേർക്കാൻ. ഇനി രണ്ടാമത്തെ മുട്ട ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂന്നാമത്തേതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. അതുപോലെ മുട്ടയും ഓയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. അത്ര വരെ ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒരുമിച്ച് മുഴുവനായിട്ട് ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ബീറ്ററിൻ്റെ സ്പീഡ് കുറക്കണം. ചെറിയ സ്പീഡിൽ വേണം ഇത് പിന്നെ ബീറ്റ് ചെയ്യാൻ. ഒരിക്കലും ഹൈ സ്പീഡിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇത് ബീറ്റ് ചെയ്യരുത്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മാത്രം മതി, കൂടുതലാവരുത്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ മിക്സിൽ നിന്നും ഞാൻ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഒരു ബൗളെടുത്ത് നേർ പകുതിയായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം.
പകുതി ഞാൻ ഈ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ തേനും കൂടി ചേർക്കാം. തേൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തേൻ ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ പ്ലെയിൻ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി പകുതി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അതിലേക്ക് ആവശ്യമായ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു കേക്ക് ചോക്ലേറ്റ് കേക്കായിട്ടും ഒന്ന് പ്ലെയിൻ കേക്കായിട്ടുമാണ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് മിക്സ് നമുക്ക് നമ്മൾ ബാക്കി വെച്ച മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ അലുമിനിയം ഫോയിൽ അങ്ങോട്ടേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാറ്റർ ഈ ഭാഗത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ മറ്റേ സൈഡിലും ഒഴിച്ചു കൊടുക്കാം. ഇനി കപ്പ് ഇതിൽ നിന്ന് മാറ്റാം. രണ്ട് ബാറ്ററും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തട്ടി എയർ കളഞ്ഞതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് മാറ്റാം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓവനിലേക്ക് മാറ്റാണ്. ഞാൻ കേക്ക് മിക്സ് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഓവൻ്റെ ടൈം ഞാൻ 35 മിനിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. 25-30 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ടെമ്പറേച്ചർ ഞാനിപ്പോൾ 150 വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 180 പ്രീ ഹീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് 150 ഡിഗ്രിയിലാണ്. ഇതിപ്പോൾ 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു വയർ റാക്കിലേക്ക് ഇത് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഈ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡും ഒക്കെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഹാർഡായിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. രണ്ട് കേക്കിൻ്റെയും ഞാൻ ഇതുപോലെ സൈഡും മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ കേക്ക് 2 ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിലുള്ള 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വൈറ്റ് കേക്ക് കട്ട് ചെയ്ത അതേ അളവിൽ വേണം ചോക്ലേറ്റ് കേക്കും കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഒരേ അളവിലുള്ള 4 പീസ് കേക്ക് കഷ്ണങ്ങളാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. 2 കഷ്ണം ചോക്ലേറ്റ് കേക്കും 2 കഷ്ണം വൈറ്റ് കേക്കും ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് മാംഗോ ജാമും കൂടി എടുത്തിട്ടുണ്ട്. ഈ ജാം ഈ കേക്കിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. കേക്കിൻ്റെ 3 സൈഡിലും ഈ ജാം നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ജാം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണം. 4 പീസ് കേക്കിൻ്റെ മുകളിലും ഇതുപോലെ 3 സൈഡിലും ജാം പുരട്ടി കൊടുക്കാം. 4 പീസും ഞാനിവിടെ മാംഗോ ജാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒരു ചോക്ലേറ്റ് കേക്കും വൈറ്റ് കേക്കും വെക്കാം. പിന്നെ വൈറ്റ് കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്കും അതുപോലെ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ വൈറ്റ് കേക്കും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ജാം പുരട്ടിയത് കൊണ്ട് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിന്നോളും. 4 പീസും കൂടി അടുപ്പിച്ച് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് കവർ ചെയ്യാനുള്ള മാർസിപ്പാൻ റെഡിയാക്കി എടുക്കാം. മാർസിപ്പാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് ബദാം പൊടിച്ചത് ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇടുകയാണ്. 1.5 കപ്പ് പൊടിച്ച ബദാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മാംഗോ ജാമും ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. ഇത് 4ഉം കൂടി ഈ ഫുഡ് പ്രോസസ്സറിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ നല്ല ഉരുളയായിട്ട് വരണം. ഇതുപോലെ ഉരുണ്ട് വരണം. ആ ഒരു പാകത്തിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഇത് നമുക്ക് വലിയൊരു ഉരുളയാക്കി മാറ്റി ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. ഒരു റോളർ വെച്ച് ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനൊരു 1/4 ഇഞ്ച് കനത്തിനേക്കാളും കുറഞ്ഞിട്ടാണ് ഇത് പരത്തുന്നത്. നിങ്ങൾക്ക് കനം കൂടുതൽ വേണം, കട്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ടിയിൽ ഇത് പരത്തിയെടുക്കാം. ഞാൻ പക്ഷേ വളരെ നേരിയതായിട്ടാണ് ഇത് കേക്കിന് കവർ ചെയ്യുന്നത്. ഇത് നമുക്കിനി ഈ ബട്ടർ പേപ്പർ മുകളിലുള്ളത് മാറ്റാം. അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഷേപ്പാക്കി എടുക്കാം. നാല് സൈഡിൽ നിന്നും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടി പരത്തി ഒരു നല്ല നിരപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം ഈ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി രണ്ട് സൈഡിൽ നിന്നും ഈ ബട്ടർ പേപ്പർ അടക്കം പിടിച്ചിട്ട് ഈ മാർജിപ്പാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ച് വെക്കാം. ഈ മുകളിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കാം. മറ്റൊരു ബട്ടർ പേപ്പറിലേക്ക് ഞാനിത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സുന്ദരിയായ ചെസ് ബോർഡ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിൻ്റെ സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാലേ ആ ചെസ് ബോർഡിൻ്റെ ഡിസൈൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ ഇതുപോലെ ഓരോ വര ഇട്ട് കൊടുക്കുകയാണ്. ചെസ് ബോർഡിൻ്റെ അതേ ഡിസൈനിലുള്ള ഓരോ വരകൾ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ മാർജിപ്പാൻ കേക്ക് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്